ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ബോൺലെസ് ആയിട്ടോ അല്ലെങ്കിൽ വിത്ത് ബോണായിട്ടോ എടുക്കാം കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതിൽ നിന്ന് പകുതി മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 150 ml കപ്പാണിത്. ഇതിൽ നിറയെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൈരിന് കുറച്ചൊക്കെ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പുളി കൂടുതലായിട്ട് നിൽക്കും. പക്ഷേ നമുക്ക് തൈര് 1 കപ്പ് തന്നെ ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കൂടുതൽ സമയം വെക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പോളൊക്കെ ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട്സ് കൂടുതൽ ചേർത്താലും ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ സവോള വഴറ്റിയെടുത്തത്. കാരണം ആ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയിൽ നമ്മൾ സവോളയും കാഷ്യൂ നട്ട്സും വഴറ്റിയെടുത്തത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് പകുതി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മാത്രമല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളകും കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറുത് തന്നെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പകുതിയോ വലുതാണെങ്കിൽ 1/4 ഭാഗം എടുത്താലും മതി. കാരണം നമ്മൾ തൈരും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തക്കാളിയുടെ പുളിയും കൂടെ കൂടുതൽ വേണ്ടല്ലോ. ഇനി തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 150 ml കപ്പിൽ 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂ സവാളയും കൂടി ഉള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് 2-3 തവണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ എന്നാലും ഇത് നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചിക്കൻ വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തിളച്ച ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം.
ഇത് നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കാനാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും, നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. എന്നാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതല്ല നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് കുറച്ച് ഭംഗിയിലൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇതൊന്നും ഒട്ടും നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. ഉണ്ടാക്കാനും നമുക്ക് വളരെ എളുപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്